ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർഷത്തെ ഓണം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 25 കൂടിയാണ്. അപ്പോൾ നമ്മൾ ഓണത്തിനാവശ്യമായ പച്ചക്കറികൾ വിളവെടുക്കാൻ ഓണക്കൃഷി നമുക്ക് ഇപ്പോഴേ തുടങ്ങണം. ചില സാധനങ്ങളൊക്കെ ഇപ്പം നട്ടു തുടങ്ങണം, ചിലതൊക്കെ കുറച്ചും കൂടെ കഴിഞ്ഞു മതി. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഇപ്പം നടേണ്ടത്, പിന്നെ നടേണ്ടത് എന്നൊക്കെ നമുക്ക് നോക്കാം. നിങ്ങൾക്കറിയാം, എല്ലാ സ്ഥലങ്ങളിലും തന്നെ മഴയായിരുന്നു, തുടർച്ചയായി മഴയായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ടെറസിലോട്ട് കയറാനും ഇവിടെ ക്ലീൻ ചെയ്യാനും ഒന്നും പറ്റാത്തത് കൊണ്ട് നമ്മുടെ ഈ പാവല് പോലുള്ള, പാവലിനാണ് ഏറ്റവും ബാധിക്കുന്നത്. ഇലകൾ പെട്ടെന്ന് അഴുകി ഉണങ്ങിയ പോലെ വാടിക്കൊഴിഞ്ഞെല്ലാം തോട്ടത്തിന്റെ ഭംഗിയെല്ലാം കളഞ്ഞു വെക്കും. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് പാകി വെക്കാനുള്ളതും ഒക്കെ അതുപോലെ നട്ടുപിടിപ്പിക്കാനുള്ളതും ഒക്കെ ചെയ്തു തുടങ്ങാം. ഏറ്റവും ആദ്യം നമ്മൾ ഓണക്കൃഷിക്ക് നട്ടു തുടങ്ങേണ്ടതാണ് മത്തയും അതുപോലെ തന്നെ പടവലവും, ഒപ്പം കുമ്പളവും നമുക്ക് ചെയ്യാം. അപ്പം മത്ത ഇപ്പം തന്നെ ശരിക്കും പറഞ്ഞാൽ ഇനി ഓണത്തിനെന്ന് പറയുന്നതൊരു കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. മത്തയുടെയും കുമ്പളത്തിൻ്റെയും അതുപോലെ പാവല്, പീച്ചില് പോലെയുള്ളവ, ചുരക്കയൊക്കെ ആണെങ്കിലും ഇപ്പം നമ്മൾ തൈകൾ നട്ടുപിടിപ്പിക്കേണ്ട സമയമാണ്. അപ്പം തൈകൾ കിട്ടാനേ ഇല്ലാത്തവർക്ക് ഏറ്റവും വേഗത്തിൽ, ഇപ്പം ഈ മാസം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 20-നോടടുത്തായിട്ടുണ്ട്. അപ്പം വിത്തുകൾ പാകാനുള്ള, വിത്തുകൾ പാകി മുളപ്പിച്ച് തൈകളാക്കി മാറ്റി നട്ടാൽ വളരെ വേഗത്തിൽ നമ്മളതൊക്കെ ചെയ്താലേ സാധിക്കത്തുള്ളൂ. അപ്പം വിത്തുകളുള്ളവർ, വിത്തുകൾ മാത്രമേ ഉള്ളെങ്കിൽ വിത്തുകൾ പാകി വെച്ചോണം. തൈയാണിപ്പം നട്ടുപിടിപ്പിക്കേണ്ടത്. ഇത് നമ്മളിവിടെ കൊടുക്കുന്ന മത്തയുടെ വിത്ത് പാകി മുളപ്പിച്ച് വെച്ചിരിക്കുന്ന തൈയാണ്. അപ്പം ഞാൻ ഇതിന്ന് മാറ്റി നടുവാണ്. ഇനി വിത്തുകളെ നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ ഏറ്റവും വേഗത്തിൽ ഇന്ന് തന്നെ പാകി വെച്ചോണം. അപ്പം ഇത് മാറ്റി നടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഞാൻ ഈ പാത്രത്തിനകത്താണ് നടുന്നത്. ഇതിപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുന്നേ മണ്ണൊക്കെ സെറ്റാക്കി വെച്ച് ഞാൻ ചുരയ്ക്ക് ഒരെണ്ണം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അത് ചൂട് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറേ ദിവസം മുന്നേ ഉണങ്ങിയ ഇലകളൊക്കെ ചേർത്ത്, ഇലയൊക്കെ കണ്ടോ, ആ ഉണങ്ങിയ ഇലകളൊക്കെ ചേർത്ത് തന്നെ മണ്ണ് സെറ്റാക്കി വെച്ചിരിക്കുന്നതാണേ. അപ്പം ഇച്ചിരി നല്ല ആഴത്തിലുള്ളൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് എന്തെങ്കിലും ഇച്ചിരി വളം, ഇത് കൂട്ടുവളമാണ്, അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമാണ് ഞാൻ ഇടുന്നത്. ആ കൂട്ടുവളം ഇട്ട്, അല്ലെങ്കിൽ ചാണകപ്പൊടി ഇച്ചിരി എല്ലുപൊടിയും കൂടി ഇട്ടാലും മതി. നമുക്ക് പെട്ടെന്ന് വളർന്നു കയറണ്ടേ. അപ്പം ഇതിനകത്തോട്ട് കുറച്ച് ഞാൻ മണ്ണിടുവാണേ. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ഇളക്കിയെടുത്ത് നടണം. തുടർച്ചയായി മഴ ഇങ്ങനെ ഇവിടെ കിട്ടുന്നതുകൊണ്ടാണ് അതിൻ്റെ ഇലകളൊക്കെ കണ്ട് അഴുകിപ്പോയി തുടങ്ങും. അപ്പം മിക്കവാറും ഉള്ള എല്ലാ പച്ചക്കറികൾക്കും ഉള്ള ഒരു കുഴപ്പമാണ് അഴുകിപ്പോവുക. അത് ഈ തുടർച്ചയായി മഴ അടിക്കുന്നതുകൊണ്ടാണേ. അപ്പം ഇതുപോലെ നമ്മൾ ഇതിനകത്തോട്ട് നട്ടു വെച്ചു. ഇപ്പം ഞാൻ അധികം മണ്ണ് ഇതിനകത്തേക്ക് ഇടുന്നില്ല. കണ്ടമാനം മണ്ണിട്ട് കഴിഞ്ഞാൽ ഇത് ചെറിയ ചെടിയല്ലേ, ഇലയിലോട്ട് മണ്ണ് വന്ന് മൂടിയിട്ട് ചിലപ്പോഴാണെങ്കിൽ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഞാൻ വളം മാത്രം ഇട്ടിട്ട് ഈ മത്ത ഇങ്ങനെ നടുവാണ്. അപ്പം ഇവിടുന്ന് നമുക്കൊരു കയറ് കെട്ടിക്കൊടുത്താൽ ഈ ഭാഗത്ത് ഈ മത്തയുടെ വള്ളി നമുക്ക് പടർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇതെവിടെ കണ്ടോ മത്തങ്ങ ഉണ്ടായി തുടങ്ങുന്നുണ്ടോ, ഇത് കണ്ടോ. ഇതുപോലെ എനിക്കിപ്പോൾ ഇവിടെ നിലത്തൂടെ പടർത്താനുള്ള സൗകര്യമില്ല. ടെറസ് ഇങ്ങനെ ചുട്ട് പഴുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്. ഒരു വള്ളിച്ചെടിയെയും നമുക്ക് ഈ തറയക്കട പടർത്തി വിടാൻ പറ്റത്തില്ല. എല്ലാം തന്നെ ഞാൻ ഇതുപോലെ മുകളിൽ കൂടെയാണ് പടർത്തുന്നത്. ഇതൊരെണ്ണം പൂ വിരിഞ്ഞതേ ഉള്ളൂ. പോളിനേഷൻ നടന്നതാണെങ്കിൽ അത് കാ പിടിക്കും. കാരണം മഴയായിരുന്നു, എനിക്ക് പോളിനേഷൻ ചെയ്തു കൊടുക്കാനും പറ്റിയിട്ടില്ല കേട്ടോ. ഇവിടെ നമുക്കിത് ഒരു മത്ത, ഞാൻ ആ രീതിയിൽ തന്നെ എല്ലാ മത്തയും ഞാൻ അങ്ങനെ തന്നെയാണ് പിടിപ്പിക്കുന്നത്. ഇത് കണ്ടോ, അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു മത്തങ്ങയാണേ. അധികം വിളഞ്ഞു പോയിട്ടൊന്നുമില്ല. വള്ളിയിൽ നിന്ന് വെട്ടിവിടട്ടെ. കണ്ടോ, മണ്ണും ചെളിയൊക്കെ പിടിച്ചിട്ടുണ്ട്, മണ്ണിനകത്താണ് ഇത് കിടന്നത്. പക്ഷെ എന്നാലും ഇത് മതി. നമുക്കൊരു ഇപ്പോഴത്തെ സാധാരണ ഒരു വീടുകളെന്ന് പറഞ്ഞാൽ 4 പേര് കൂടുതൽ കാണത്തില്ല. പിള്ളേർക്കാർക്കും പച്ചക്കറി ഒന്നും കഴിക്കാനും ഇഷ്ടമല്ല. അപ്പോൾ ഇതുപോലൊരു മത്തങ്ങ എന്ന് പറയുന്നത് എരിശ്ശേരി വെക്കാനും തീയൽ വെക്കാനും ഒക്കെ നല്ലതാണ്. ഇത്രേൻ്റെ ആവശ്യം നമുക്കുള്ളൂ. നമുക്കേ കുറച്ച് വിത്തുകൾ പാകി വെക്കാനുണ്ടേ. അപ്പോൾ നമുക്ക് അത് ഇതിനകത്തോട്ട് എങ്ങനെയാണ് ഞാൻ പാകി വെക്കുന്നതെന്ന് കാണിക്കാം. ഇപ്പോൾ ഓണത്തിൻ്റെ കൃഷിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണല്ലോ നമ്മൾ നടത്തുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മത്തയും കുമ്പളവും പീച്ചിലും ഒക്കെയാണ് നടുന്നത്. ഇനി നമ്മൾ എന്തിനെയാണ് നടുന്നതെന്ന് കാണിക്കാം. അപ്പോൾ ഞാൻ ഇതെന്ന് പറയുന്നതേ, നമ്മൾ നമ്മുടെ പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കി ഇങ്ങനെ സെറ്റാക്കി വെക്കുന്നതാണേ. അപ്പോൾ ഞാൻ ആ പോട്ടിംഗ് മിക്സിൽ എങ്ങനെയാണ് നമ്മുടെ വിത്തുകൾ പാകി വെക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇനി നമ്മൾ പാകി വെക്കാനായിട്ട് ഈ പാത്രത്തിനകത്തോട്ട് കുറച്ച് പോട്ടിംഗ് മിക്സ് ഇടുവാണേ. വലിയ കല്ലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളങ്ങ് പെറുക്കി മാറ്റിക്കോണം. ഇത് നമ്മൾ സാധാരണ മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും ഉമിയും തന്നെ ചേർത്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണേ. അപ്പോൾ അതിനകത്തുനിന്ന് ഞാൻ കുറച്ച് കട്ടയൊക്കെ ഇങ്ങോട്ട് തിരിച്ചു മാറ്റുക. ചെറിയ കല്ലൊക്കെ ഉണ്ടായിരിക്കും, ചാണകപ്പൊടി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അതിനൊന്നും അത്യാവശ്യം വളക്കൂറൊക്കെ ഉള്ളത് മണ്ണ് തന്നെയാണ്. നിങ്ങളിപ്പോൾ ചെയ്യുമ്പം ഇതൊന്നും വേണമെന്നില്ല, നല്ലോണം
കമ്പോസ്റ്റ് ആക്കിയ ചകിരിച്ചോറ് മാത്രം മതി വിത്തുകൾ പാകി വെക്കാൻ. എനിക്കിപ്പം അങ്ങനെ എടുക്കാൻ ചകിരിച്ചോറ് ഇപ്പം ഇവിടെ ഇല്ല, കുതിർത്തത്. അതുകൊണ്ടാണ് ഞാൻ ഈ മണ്ണ് എടുക്കുന്നത്. അപ്പം ഞാൻ ഇതെടുത്തിട്ട് ഇനി ഇതിനകത്തോട്ട് ചെയ്യുന്നത് എന്നാണെന്നറിയോ, കുറച്ചും കൂടെ കൂടുതൽ ഞാൻ ഉമിയിടുവാണേ. നിങ്ങൾ പെർലൈറ്റ് ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ അതൊക്കെ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. എനിക്കിപ്പോൾ പെർലൈറ്റ് ഒന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ കൂടുതൽ ഉമിയിടുക. അതിൻ്റെ കാരണം എന്നാന്ന് വെച്ചാൽ മണ്ണ് ഉറച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഈ വിത്തുകൾക്ക് ചെറിയ മുളയാണല്ലോ, ആരോഗ്യം കുറഞ്ഞാണ് അവരിയ്ക്കുന്നത്. അപ്പം മുള പെട്ടെന്ന് മണ്ണിന് മുകളിലേക്ക് പൊങ്ങി വരാൻ വേണ്ടിയാണ്, തടസ്സമില്ലാതെ കയറി വരാനാണ് ഞാൻ ഇതിനകത്തോട്ട് കൂടുതൽ ഉമിയിട്ടിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നിറയ്ക്കുക. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കോട്ടയത്തു നിന്ന് വാങ്ങിച്ചിരിക്കുന്ന ഒരു പ്രോട്രയാണ്. ഇങ്ങനെ ഫുള്ളായതേ, ഞാൻ രണ്ടായിട്ട് മുറിച്ചെടുത്തതാണ് കൊണ്ടുവരാനുള്ള സൗകര്യത്തിന്. അപ്പം ഞാൻ ഇതെടുത്തിട്ട് ഇതിനകത്തേക്ക് ഈ മണ്ണങ്ങോട്ട് നിറച്ചു കൊടുക്കും. ഒത്തിരി നിറയ്ക്കണ്ട, ഇതിന് നല്ല ആഴമുള്ള കുഴികളാണ്. അപ്പം അങ്ങനെയുള്ളത് ഞാൻ നോക്കി മേടിച്ചത്. ഇങ്ങനെ ഇട്ടിട്ട് നിരത്തി കൊടുത്താൽ മതി. അപ്പം അങ്ങനെ നിരത്തി കൊടുത്തു കഴിഞ്ഞാൽ കുഴി നിറഞ്ഞു വരും. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങ് താന്നു പോയിരിക്കും, നമുക്ക് നോക്കാം. അപ്പം എന്തേ ഇതുപോലെ ഏകദേശം ഒരു സൈഡിൽ നിന്ന് അങ്ങ് ആയിക്കോട്ടെ എന്നോർത്താണ് അങ്ങനെ ഇട്ടത്. ഇപ്പം എന്തേ ഇതുപോലെ ഇത്ര എണ്ണം ആയിട്ടുണ്ട്, കണ്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് എന്നാണെന്നറിയോ, ഇതിനകത്തേക്കെല്ലാം സ്പ്രെയർ ഉണ്ടെങ്കിൽ സ്പ്രെയർ വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ ഇതിനകത്തോട്ട് വെള്ളം തളിച്ചു കൊടുക്കുവാണേ. കണ്ടോ, ഇതുപോലെ നമ്മൾ വെള്ളം തളിക്കുമ്പം ആ മണ്ണ് നല്ലോണം നനഞ്ഞു വരും. നല്ലോണം നനയാനും മാത്രം നമ്മൾ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും മതി. നമുക്ക് നോക്കുവാണെങ്കിൽ കാണാൻ, കണ്ട അധികം വെള്ളം ഇതിൻ്റെ താഴെ കൂടെ ഒഴുകി വരുന്നത് കണ്ടോ. അങ്ങനെ ഒഴുകി പൊക്കോളും. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹോള് തന്നെ ഉള്ള ഒരു താരതമ്യേന നല്ല വലിപ്പമുള്ള ഒരു പ്രോട്രയാണ് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഞാൻ ഇതിനകത്തോട്ട് കണ്ടോ നടുക്കോട്ടൊരു ചെറിയ ഒരു ഹോള് നമുക്ക് വിത്തിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുവാണേ. ഒത്തിരി വലിയ ഹോളിൻ്റെ ആവശ്യമില്ല, ചെറിയ ഹോള് മതി കേട്ടോ. നമ്മുടെ വിത്ത് അങ്ങ് താഴോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് കിളുത്ത് കയറാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അത്യാവശ്യം ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഞാൻ ആദ്യം പാകി വെക്കുന്നത് വെള്ളരിയാണേ. കാരണം വെള്ളരിക്ക് കായ്ച്ചു തുടങ്ങാൻ അല്ലെങ്കിൽ വിളവെടുക്കാറാകണമെങ്കിൽ ഒരു 50-55 ദിവസമൊക്കെ വരെ വരും. അപ്പം നമ്മളിവിടെ കൊടുക്കുന്ന സാമ്പാർ വെള്ളരിയുടെ പാക്കറ്റാണ്. അതുപോലെ ഏകദേശം ഓണത്തിൻ്റെ കൃഷിക്ക് ആവശ്യമായ അല്ലെങ്കിൽ ഓണത്തിന് ആവശ്യമായ പച്ചക്കറികൾക്കെല്ലാം ഉള്ള വിത്തുകൾ നമ്മളുടെ അടുത്തുണ്ട്. നല്ല നിലവാരമുള്ള വിത്തുകളാണ്. ഈ സാമ്പാർ വെള്ളരിയുടെയൊക്കെ വിത്ത് എനിക്ക് ഉറപ്പ് പറഞ്ഞ് നിങ്ങൾക്ക് തരാൻ പറ്റുന്നതാണ്. സാമ്പാർ വെള്ളരി ആയാലും മത്തയായാലും എല്ലാം തന്നെ ഞാനിവിടെ നട്ടു വളർത്തുന്നതെല്ലാം നമ്മുടെ പച്ചക്കറികളാണ്, പച്ചക്കറി വിത്തുകളാണ്. അപ്പോൾ ആർക്കെങ്കിലും നല്ല നിലവാരമുള്ള പച്ചക്കറി വിത്തുകൾ ആവശ്യമുണ്ടെങ്കിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. അതിനാവശ്യമായ നമ്പർ നമ്മളുടെ വീഡിയോയിൽ എഴുതിയിട്ടിട്ടുണ്ടായിരിക്കും. ആ നമ്പർ നോക്കി ഒരു മെസ്സേജ് ഇടണം. ഇനി ഈ വിത്തുകളുടെ പേരൊന്നും എഴുതാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങളൊരു ഹായ് എന്ന് സെൻഡ് ചെയ്താൽ മതി. ഇവിടെയുള്ള എല്ലാ വിത്തുകളുടെയും ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. നിങ്ങൾക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നിങ്ങൾക്ക് അതിൽ നിന്ന് മേടിച്ചെടുക്കാം. അപ്പം ഞാൻ ഈ വെള്ളരിയുടെ വിത്ത് പാകാൻ പോവുകയാണ്. കുതിർത്തിട്ടൊന്നുമില്ല, നമ്മളിപ്പോൾ പൊട്ടിക്കാൻ പോകുന്നതേ ഉള്ളേ. അപ്പം ഞാൻ ഈ വിത്ത് പാക്കറ്റ് പൊട്ടിക്കട്ടെ. ചില ആൾക്കാർ എന്നോട് ഈ വിത്ത് കൊടുക്കുമ്പോൾ ചോദിക്കാറുണ്ട്, ഇതിനകത്ത് എത്ര വിത്തുണ്ട്. നമ്മൾ അങ്ങനെ പൊട്ടിച്ച് എണ്ണിയൊന്നും നോക്കാറില്ല. ഇപ്പം നമ്മൾ അത്യാവശ്യം പൊട്ടിച്ചെടുക്കുമ്പം നമ്മുടെ ആവശ്യമുള്ളത്ര വിത്തുകൾ, ഇത്രയും വിത്തുകളാണ് ഇതിനകത്തുള്ളത്. നമുക്ക് എത്ര പ്രോട്രയ്ക്കകത്ത് പാകാനുണ്ടെന്ന് നോക്കാം. ഒരു 3 അല്ലെങ്കിൽ 4 വിത്തുകൾ ചേർത്ത് ഒരുമിച്ച് പാകിക്കോണേ. ഇത് കുതിർത്തിട്ടൊന്നുമില്ല, കുതിർക്കേണ്ട ആവശ്യമില്ല. ഒരു 4 വിത്ത് അതിനകത്ത് വീണിട്ടുണ്ട്. ഇപ്പം നമ്മൾ വെള്ളരിയൊക്കെ ആണെങ്കിൽ ഒരു പാത്രത്തിനകത്ത് 2 or 3 എണ്ണമൊക്കെ ആയിരിക്കും, ഒരുമിച്ച് 2 ചുവടായിരിക്കും നടുന്നത്. അപ്പോൾ അതിനാവശ്യമായ അത്ര വിത്തുകളാണ്. പിന്നെ എല്ലാ വിത്തുകളെയും നമുക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ കിട്ടുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ഇത്ര എണ്ണത്തിനകത്ത് പാകിയിട്ടുണ്ട്. ചെറുതായിട്ട് ആ മണ്ണൊന്ന് നീക്കിയിട്ടാൽ മതി. ഇനിയിപ്പോൾ ഇത് നനയ്ക്കാനൊന്നും നിൽക്കേണ്ട, അതിന് മാത്രം നമ്മുടെ മണ്ണ് നനഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ മഴ നനയാതെ മാറ്റി വെച്ചോണം. അല്ലെ ഈ ചെറുതായി മുള വരുന്ന അവസരത്തിൽ മഴ നനഞ്ഞാലേ അതിൻ്റെ മുള തല്ലി ഒടിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് മഴ നനയാതെ മാറ്റി വെച്ചോണം ഏത് വിത്തുകൾ പാകി വെക്കുന്നതും. അതുപോലെ ഓണത്തിനാവശ്യമായിട്ടുള്ള വഴുതന, തക്കാളി നമുക്കിപ്പം നട്ടുകൊടുക്കാം. വഴുതനയ്ക്ക് വലിയ കുഴപ്പമില്ല, ഈ സമയത്ത് മഴയൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. തക്കാളി കായ്ച്ചു കിട്ടാനായിട്ട് മഴ നനയാതെ വെക്കാൻ പറ്റുമെങ്കിൽ അതാണ്. നേരിട്ട് മഴ കൊള്ളുന്നിടത്ത് വെച്ചാൽ തക്കാളി വിജയിക്കാൻ വലിയ പാടാണ്. ഇപ്പം ഇത് ഇവിടെ നിൽക്കുന്നുണ്ടോ, ഇതെല്ലാം പഴുത്തഴുകി പോകും. അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് താഴെ വീണ് കിടക്കുന്നുണ്ടോ, കണ്ടോ. ഞാൻ കഴിഞ്ഞ ദിവസവും നിങ്ങളോട് പറഞ്ഞാണ് ചെമ്പഴം കൊള്ളുമ്പോഴേ
തക്കാളി വിളവെടുത്തോണം. അതിന് താമസം വന്നാൽ എനിക്ക് അങ്ങനെ പോലും ഇവിടോട്ട് കയറാൻ പറ്റിയില്ല. തുടർച്ചയായിട്ട് മഴ പെയ്യുമ്പോൾ ഈ ടെറസൊക്കെ ഉണ്ടല്ലോ ചെറിയ വഴുക്കലൊക്കെ പിടിക്കും. വെയിൽ കൊള്ളുമ്പോഴാണ് പിന്നെ അതൊന്ന് മാറി കിട്ടുന്നത്. ഈ കളറൊക്കെ വരുമ്പോഴേ നമ്മൾ പറിച്ചു വെച്ചോണം. വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് പഴുത്ത് കിട്ടും. നോക്കട്ടെ, നല്ല കിഴുക്കാച്ചി കേട്ടോ. ഇങ്ങനെയൊക്കെ പറിച്ചു തിന്നണമെങ്കിലേ നമ്മൾ നട്ടു കിടക്കണം. വെണ്ട പിന്നെ കായ്ച്ചു കിട്ടാൻ ഒരു 45 ദിവസം മതി. അപ്പം ഇപ്പം തന്നെ വെണ്ട വിത്ത് പാകി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ജൂലൈ ആദ്യത്തോടു കൂടി ചെയ്താലും മതി. ഇപ്പം പാകി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മുടെ വെണ്ടയാണ്. എനിക്കിവിടെ സാധാരണ വെണ്ട, സാധാരണ നമ്മുടെ പച്ച ചെറിയ വെണ്ടയില്ലേ, ആ പച്ച ചെറിയ വെണ്ടയും അതേപോലുള്ള ചുവന്ന വെണ്ടയും ആനക്കൊമ്പൻ വെണ്ട വെള്ളയും അതുപോലെ ചുവപ്പും അതുപോലെ മംഗലാപുരം ഊരുവെണ്ടയും ഇത്രയും ഇനത്തിൽപ്പെട്ട വെണ്ടകളുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ടൈപ്പ് വെണ്ട വിത്ത് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പം ഞാൻ ഈ വെണ്ടയുടെ ഒന്ന് വിളവെടുത്തെടുക്കുവാണേ. കാരണം ഇപ്പം തന്നെ ഇതിൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ട് വിളവെടുക്കാൻ. ഈ വെണ്ടയൊക്കെ ഉണ്ടല്ലോ ഇത്രയും വലിപ്പം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നല്ല കേളത്ത സാധനമാണേ, കറി വെക്കാൻ പാകമാണ്. ഇപ്പം കണ്ടോ, അത്യാവശ്യം ഒരു ചെറിയ വീടാണ്. ഈ 3 വെണ്ടയ്ക്കാ മതി ഒരു തോരൻ വെക്കാൻ. അപ്പോൾ ഇതേപോലത്തെ വെണ്ട വാങ്ങിച്ചു വെക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ചില ആളുകൾക്ക് ഇതങ്ങനെയല്ല, ഈ വെണ്ട അത്ര ഇഷ്ടമല്ലെന്ന് പറയും. ചെറിയ കുഞ്ഞു കുഞ്ഞു വെണ്ടകളില്ലേ, എങ്ങനെയുള്ളതാണേലും കുഴപ്പമില്ല, നമ്മൾ നട്ട് വളർത്തണം. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഇഞ്ചി നട്ടപ്പം ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടായിരുന്നു 1000 രൂപയുണ്ടായിരുന്നു ഇഞ്ചിക്ക്. അപ്പോൾ 1000 രൂപയും ഇപ്പം നമ്മൾ 1 കിലോ ഇഞ്ചി വാങ്ങിച്ച് ഉപയോഗിക്കുന്നില്ല, 1/4 കിലോയെ വാങ്ങിക്കുന്നുള്ളൂ. എന്നാലും 250 രൂപ കൊടുക്കണ്ടേ? നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നട്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 2 കിലോ ഇഞ്ചിയെങ്കിലും ആ ഗ്രോ ബാഗിൽ നിന്ന് കിട്ടും. അപ്പോൾ ഒരു 2 കിലോ ഇഞ്ചി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു 2 മാസത്തേക്കിന് സുഖമായിട്ട് ഉപയോഗിക്കാം. എന്തിനാ വെറുതെ നമ്മൾ പൈസ കളയുന്നത്? വേറെയും പൈസ കൊടുക്കുക ചിലവാക്കേണ്ട പല ആവശ്യങ്ങളും നമുക്കുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് എടുത്തോണം. ഇത് ആനക്കൊമ്പൻ വെണ്ട ചുവപ്പാണേ. പിന്നെ ഇവിടെ ഒരു 2-3 വെണ്ടയ്ക്കയുണ്ട്. അപ്പോൾ അതും കൂടെ പറിക്കുമ്പം ഈ ഒരാഴ്ചയിൽ ഇപ്പോൾ സാമ്പാർ ഉണ്ടാക്കാനും ഒക്കെയുള്ള വെണ്ടയുടെ ആവശ്യം നമുക്ക് കിട്ടും. കണ്ടോ, ഇതുപോലെ ഇവിടോട്ടൊരു 2 വെണ്ട മറിഞ്ഞു കിടപ്പുണ്ട്. കാറ്റും മഴയല്ലായിരുന്നു. അപ്പം ആ മറിഞ്ഞതും കൂടെ എടുത്താൽ നമ്മുടെ ആവശ്യത്തിന് ഇപ്പം ഈ കുറേ പ്രാവശ്യങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഈ വെണ്ടയൊക്കെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ളത് എങ്ങും പോയി മേടിക്കേണ്ട കാര്യമില്ല. ഇത്രയും ഇതുപോലെ തോട്ടം പോലെയും വളർത്തണ്ട. നമ്മളുടെ മുറ്റത്തിൻ്റെ സൈഡിലുള്ള ചെടിച്ചട്ടികളിൽ ഒരു 4 എണ്ണത്തിനകത്ത് ഇതേപോലത്തെ ഓരോ വെണ്ടത്തെ നട്ടാൽ നമ്മുടെ ആവശ്യത്തിനുള്ള വെണ്ടയ്ക്ക അവിടുന്ന് തന്നെ കിട്ടും. ഇത്രയും വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ, അത്യാവശ്യം ഇതുപോലെ. പിന്നെ ഇവിടെ വഴുതനയുണ്ട്. സമയത്തിന് എനിക്ക് വിളവെടുക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ചിലതൊക്കെ പഴുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ കാണിച്ചതാണ്. ഇതുണ്ടോ, ഇതുപോലെ കൊലയായിട്ടുണ്ടാകുന്ന വഴുതനയാണ്. ഞാനിപ്പോൾ എല്ലാം പറിച്ചെടുക്കുക. അവർ പുതിയതായിട്ട് പൊട്ടിമുളച്ച് കിളുക്കട്ടെ. ഒരു കുറച്ച് 2-3 വർഷത്തേക്കിന് നിൽക്കുന്നതാണ് ഒരു വഴുതനയെന്ന് പറയുന്നത്. മണ്ണിലാണ് ഏറ്റവും കൂടുതൽ കേട്ടോ. നമ്മൾ ഈ ഗ്രോ ബാഗിലൊന്നും അത്രയ്ക്ക് കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. മണ്ണിൽ വളർത്തുന്നവർക്കാണെങ്കിൽ ഒരു 3 കൊല്ലം വരെയൊക്കെ കിട്ടും. അല്ലാത്തവർക്കാണെങ്കിലും ഒരു തയ്യയുടെ കാര്യമല്ലേ ഉള്ളൂ. ഒരു കൂട് വിത്ത് മേടിക്കണമെങ്കിൽ, ഒരു കൂട് വിത്തെന്ന് പറഞ്ഞാൽ എന്തോരം വിത്ത് അതിനകത്തോളാന്നറിയോ, അതിന് 30 രൂപയുടെ കാര്യമേ ഉള്ളൂ. പിന്നെ മേടിക്കാതിരിക്കേണ്ട കാര്യമുണ്ടോ? പാകി ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ച് പാകി കിളിപ്പിച്ച് വെച്ചോണം. പോകുമ്പം മാറ്റി നട്ടോണം. പിന്നെ വഴുതനയ്ക്ക് നന്നായിട്ട് കീടശല്യം വരുന്നൊരു ചെടിയാണ്. അപ്പോൾ ആഴ്ചയിൽ നമ്മുടെ ബിവേറിയ ധാരാളം മതി. പുഴുവിനും മുഞ്ഞയ്ക്കും എല്ലാ ചാഴിക്കും ഒക്കെ കൂടെ അത് മതി. അങ്ങനെ ചെയ്തോണം. പിന്നെ നമ്മൾ ഈ ഓണക്കാലത്ത് നമ്മൾ ചെയ്യുമ്പോഴേ പച്ചക്കറിയുടെ കൂടെ പൂക്കളും വേണ്ടേ? അപ്പോൾ അതിന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അത്തപ്പൂക്കളം ഇടാനായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് വാടാമല്ലിയും ബന്ദിയുമാണ്. ബന്ദിയൊക്കെ നട്ടുപിടിപ്പിക്കാനുള്ള സമയം ഇപ്പോഴാണ്. ബന്ദി വിത്ത് അല്ലെങ്കിൽ ബന്ദിത്തൈ നമ്മൾ നട്ടുപിടിപ്പിച്ച് വളരെ വേഗത്തിൽ എങ്ങനെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം എന്നറിയാൻ താല്പര്യമുള്ളവർ എനിക്കൊരു മെസ്സേജ് ഇട്ടേക്കണേ. ഓണത്തിന് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ഒരു പച്ചക്കറിയാണ് പയർ. പക്ഷേ കായ്ച്ചു കിട്ടാൻ 45-50 ദിവസം മതി കേട്ടോ. ഇത് നമ്മളിവിടെ കൊടുക്കുന്ന പയറിൻ്റെ വിത്താണ്. 30 രൂപ മാത്രമാണ് ഈ പയറിൻ്റെ വിത്തിനുള്ളത്. നമ്മുടെ ഒരു വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള മുഴുവൻ പയറും ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ ഒരു പാക്കറ്റ് പയർ വാങ്ങിക്കേണ്ട കാര്യമുള്ളൂ. അത്യാവശ്യം നല്ല നീളത്തിലുള്ള പയർ കിട്ടും. കണ്ടോ, ഇത്ര നീളം കിട്ടിയാൽ പോരെ സാധാരണ പയറിന്. വെറും 30 രൂപയുടെ മാത്രം വിലയുള്ള പയറാണ്. അതിന് ഈ 30 രൂപ കൊടുത്താൽ ഇതേപോലെ ഒരു 10 പയർ കിട്ടിയാൽ നമുക്ക് സുഖമായിട്ടൊരു തോരനോ മെഴുക്ക് പുരട്ടിയോ എന്ത് വേണേലും വെക്കാം. പിന്നെ സമയത്തിന് പറിച്ചെടുത്തോണം. ഇതുപോലെ ഇപ്പം ഞാനൊരു കാര്യം കാണിക്കാവേ. ഈ പയർ കണ്ടോ, ഇതിൻ്റെ അറ്റ ഇങ്ങനെ വണ്ണം കുറഞ്ഞു പോയിരിക്കുന്നുണ്ടോ? അത് മൈക്രോ ന്യൂട്രിയൻസിൻ്റെ കുറവ് കൊണ്ടാണ്. അപ്പോൾ പയർ നടുമ്പോഴേ അല്ലെങ്കിൽ പയർ നട്ട് വളർന്ന് കയറി കഴിയുമ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ മൈക്രോ ന്യൂട്രിയൻസ് കൊടുത്താൽ ഈ പ്രശ്നം വരാതിരിക്കും.
അപ്പോൾ കുറച്ച് പയർ ഈ മഴയാണേലും കിട്ടി. കുറച്ചെണ്ണം കുറ്റിപ്പയറാണ്, കുറച്ചെണ്ണം വള്ളിപ്പയറാണ്. അപ്പം പയർ നമ്മൾ ഓണക്കൃഷിക്ക് വേണ്ടി നടുന്നതെന്ന് പറഞ്ഞാൽ ഒരു ജൂലൈ ആദ്യത്തോടു കൂടി വിത്ത് പാകിയാലും മതി. ഇപ്പം ചെയ്താലും കുറച്ചും കൂടെ മുന്നേ കിട്ടുമെന്നുള്ളതേ ഉള്ളൂ. ഓണാകുമ്പോഴത്തേക്ക് നമ്മൾ ഇടയ്ക്ക് ഒന്നുകൂടെ പാകി കൊടുത്താൽ മതി. അപ്പം പയർ വിത്ത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരാം. ഇത് നമ്മുടെ ഒരു പച്ചമുളകിൻ്റെ ചെടിയാണേ. അപ്പം ഓണത്തിന് ആവശ്യമായ പച്ചമുളക് ഇപ്പം നമുക്ക് പാകി വെക്കാനുള്ള ഒരു സമയമാണ്. അപ്പം ഞാൻ ഈ ഒരു പച്ചമുളക് ഇപ്പം എൻ്റെ ആവശ്യത്തിന് കുറച്ച് പച്ചമുളക് വേണം, അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് അങ്ങോട്ട് പറിച്ചെടുക്കുവാണേ. കണ്ടോ? അപ്പം ഞാൻ പറിച്ചെടുത്തിട്ട് കാണിക്കാം. നമ്മളിതേ കഴിഞ്ഞ ദിവസം ഒരു കുറച്ച് സ്ഥലം പറമ്പിൽ കൃഷി ചെയ്യാനായിട്ട് ശരിയാക്കി എടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടേക്ക് കൊണ്ടുവന്ന് എനിക്ക് വെള്ളമൊഴിക്കലെന്ന് പറയുന്നത് ഈ എൻ്റെ പറമ്പിലെ മണ്ണിൻ്റെ ഒരു പ്രത്യേകതയും കൂടെയാണ്. മഴ പെയ്താൽ നല്ല ചുണ്ണാമ്പ് പോലെ ആയി കിട്ടുകയും ചെയ്യും. എന്നാൽ വെയിൽ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, പാറ പോലെ ഉറയ്ക്കുന്ന മണ്ണാണ്. അപ്പം നന്നായി വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ അതിന് പണിയുള്ളൂ. അപ്പം ഞാൻ വെള്ളം ഒഴിക്കാൻ വേണ്ടി ഒരു ചെറിയ പരിപാടി ഇവിടെ സെറ്റ് ചെയ്തതാണേ. അങ്ങനെയുണ്ട്, കണ്ടോ? ഇഷ്ടമായോ? എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.